മലയാള സിനിമയിലെ ലൈംഗികാതിക്രമ പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ കേസെടുത്തു. നടിയുടെയും ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും പരാതികളിൽ ശ്രീകുമാർ മേനോൻ, ഇടവേള ബാബു, നടൻ സുധീഷ് എന്നിവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. SIT ഈ കേസുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ? പ്രാഥമികമായി രജിസ്റ്റർ ചെയ്ത FIRകളിലെ വിവരങ്ങൾ എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ പരാതികളിന്മേൽ SITയിലുള്ള ഐശ്വര്യ ഡോങ്റെയാണ് മൊഴിയെടുപ്പ് നടത്തിയിരിക്കുന്നത്. മണിക്കൂറുകളോളം ആ മൊഴിയെടുപ്പ് നീണ്ടു എന്നുള്ളതാണ്. ഇതിൽ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചുകൊണ്ട് പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു യുവാവ് നൽകിയിരുന്ന പരാതി. അതിൽ IPC 377, IT ആക്ട് 66E എന്നീ രണ്ട് വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. അതിൽ തന്നെ 377 എന്ന് പറയുന്നത് പ്രകൃതി വിരുദ്ധ പീഡനം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പുകൾ കൂടി രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പരാതിക്കാരൻ്റെ മൊഴി അന്വേഷണ സംഘം SIT രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ പരാതിയിലാണ് നടൻ ഇടവേള ബാബു, ഒപ്പം തന്നെ സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. നടക്കാവ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഇട്ടിരിക്കുന്നത്. ആ കേസിലും ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ പരാതി, അതായത് അവസരം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി സംവിധായകൻ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന യുവാവ് നൽകിയ പരാതി, ആ സംഭവം നടക്കുന്നത് ബംഗളൂരുവിലാണ്. ഒരു പക്ഷേ ആ കേസ് അവിടേക്ക് കൈമാറാനുള്ള സാധ്യതയും ഈ ഒരു ഘട്ടത്തിലുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.